ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ മൈസൂരിലാണുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ലിഫ്റ്റ് ഇറങ്ങിയിട്ട് നേരെ താഴേക്ക് വന്നു. അപ്പോൾ നമ്മുടെ ബേബി വെയിറ്റിങ്ങിലാണ്. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ. അപ്പോൾ നമ്മൾ രാത്രി മാർക്കറ്റ് വരെ ഒന്ന് പോയിട്ട് വരാം കേട്ടോ. അപ്പോൾ മീന ബസാറിലേക്കാണ് നമ്മൾ പോകുന്നത്. മീന ബസാറിലെ കാഴ്ചകളൊക്കെ നോക്കിയിട്ട് വരാം കേട്ടോ നമുക്ക്. അപ്പോൾ ഇത് അവിടെയുള്ളൊരു മസ്ജിദാണ്. ആ മസ്ജിദിൻ്റെ തൊട്ട് അടുത്താണ് നമ്മുടെ മീന ബസാർ വരുന്നത് കേട്ടോ. മീന ബസാർ എൻട്രൻസ് ആണ് ഇത് കേട്ടോ. ഇവിടെ പർദ്ദേൻ്റെ ഷോപ്പുകളാണ്. ഇത് കുട്ടികളുടെ ഡ്രസ്സ്, പർദ്ദയൊക്കെ അടിപൊളിയാണ്. കല്യാണത്തിൻ്റെ ഡ്രസ്സുകൾ രണ്ട് സൈഡിലും ഉണ്ട് കേട്ടോ. ഇത് ചെറിയൊരു മാർക്കറ്റാണ് ഇത് മീന ബസാർ. ഇവിടെ വിലപേശലൊന്നും നടക്കില്ല. ഇവർക്ക് ഒക്കെ ഒരു ഫിക്സഡ് റേറ്റ് ആണ്. പക്ഷെ അടിപൊളിയാണ് കേട്ടോ. ബോംബെ ഡിസൈനിൽ നോക്കണമെന്ന്. ബോംബെ ഡിസൈനിൽ ഞാൻ ഇവിടെ നിർത്തില്ല, കാരണം ഞാൻ അവിടെ എപ്പോഴും പർച്ചേസ് ചെയ്യും. അതുകൊണ്ടാണ്. ഇതൊരു തെരുവാണെങ്കിൽ കൂടിയിട്ടും ഭയങ്കര തിരക്ക്. വണ്ടികളും വണ്ടികൾ നമ്മളെ ഉണ്ടല്ലോ അങ്ങനെ ഇടിച്ചിട്ടിട്ടൊക്കെ പോവുക. അത് നടക്കാനും പറ്റില്ല, സാധനങ്ങൾ വാങ്ങാനും പറ്റില്ല എന്നുള്ള സ്ഥിതിഗതികളാണ്. അടിപൊളിയാണ് ഇവിടെ. ഫിക്സഡ് റേറ്റ് ആണ് ഇവിടെ. ഇവർ എത്രയും ബാർഗെയിൻ ചെയ്താൽ ഇവർ അംഗീകരിക്കില്ലേ, തരില്ല നമുക്ക്. പക്ഷെ വേറെ മാർക്കറ്റ് ഉണ്ട്, അത് അടിപൊളിയാണ്. മന്നാസ് മാർക്കറ്റ്. അവിടെ നമുക്ക് നല്ല ചീപ്പ് റേറ്റിൽ കിട്ടും. പക്ഷെ ഒന്നോ രണ്ടെണ്ണോ എടുത്താൽ പോരാ, ഹോൾസെയിലിൽ എടുക്കണം. ഒരു 10,000 രൂപക്കൊക്കെ എടുത്താൽ കിട്ടും. ഒക്കെ വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാക്കലാണ്. ബാഗിൻ്റെ കടകളാണ്. ഹെൽമെറ്റ് ഒന്നും വെച്ചിട്ടില്ല. അപ്പോൾ കേരളത്തിലല്ല അതിനൊക്കെ ചേട്ടാന്നല്ല കേട്ടോ വിളിച്ചത്, ചോട്ടു എന്നാണ് വിളിക്കുന്നത്. ഒരുപാട്. അപ്പോൾ നമ്മൾ മന്നാസ് അല്ല, ഇതായിരുന്നു മീന ബസാറിലാണുള്ളത്. അടിപൊളി ബസാറാണ്. ഇവിടെ ചില സാധനങ്ങളൊക്കെ നല്ല റേറ്റ് കുറവിൽ കിട്ടും. ചില സാധനങ്ങളൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് പറ്റിക്കും. ഇവരെ പറ്റിക്കലൊന്നും വീഴണ്ട. ഈ മീന ബസാറിൽ എന്ന് പറഞ്ഞാൽ റോഡ് സൈഡിന് രണ്ട് വശത്തും ഒരുപാട് കച്ചവടക്കാരാണ് കേട്ടോ. പലതരത്തിലുള്ള കച്ചവടക്കാരാണുള്ളത്. അവിടെ നമുക്ക് ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും ഒക്കെ ഡ്രസ്സുകളും പിന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ബോംബെ ഡിസൈൻസൊക്കെയാണ് കൂടുതലുള്ളത്. പക്ഷേ ഇവർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് റേറ്റാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അവർ കുറച്ച് തരില്ല കേട്ടോ. ചില സാധനങ്ങൾ മാത്രമേ ഇവിടെ നല്ല രീതിക്ക് നമുക്കൊരു കുറഞ്ഞ രീതിയിലൊക്കെ കിട്ടുള്ളൂ. ബാക്കിയൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട്. ഒരു മാർക്കറ്റിൽ ഉള്ള സാധനങ്ങൾ തന്നെ ഇവരിവിടെ ഭയങ്കരമായിട്ട് റേറ്റിനാണ് ഡബിളായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചിലതൊക്കെ പറ്റിക്കല്ല് വീഴാതെ നോക്കണം. ചിലതൊക്കെ നല്ല ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇവിടെ രാത്രിയാണ് ഇവർ ഷോപ്പിംഗ് തുടങ്ങുന്നത് കേട്ടോ. രാത്രി ഫുള്ള് ലേറ്റ് നൈറ്റ് ആയിട്ടാണ് കേട്ടോ ഇവിടെ ഷോപ്പിങ്ങൊക്കെ തീരുക. രാത്രി ഒരുപാട് ഒരു 12 മണി 1 മണി വരെ കടകളൊക്കെ ഉണ്ടാവും മീന ബസാറിൽ. അത് കഴിഞ്ഞ് നമുക്ക് രാവിലെ എന്തെങ്കിലും സാധനം വാങ്ങി വീട്ടിൽ പോവാം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. കാരണം അവരൊരു 11 മണിക്ക് ശേഷമാണ് എല്ലാ കടകളും തുറക്കുക. അത് ഈ രാവിലെ ചെന്ന് നോക്കിയാൽ ഇങ്ങനെ ഒരു മാർക്കറ്റ്, ഇത്രയും തിരക്കുള്ള വണ്ടികളുടെ തിരക്കൊക്കെ ഉള്ള ഒരു മാർക്കറ്റായിരുന്നു ഇത്. നമുക്ക് കണ്ടാൽ മനസ്സിലാവേ ഉണ്ടാവില്ല കേട്ടോ. എല്ലാം നിശബ്ദമായിട്ടിരിക്കുന്നുണ്ടാവും. ഒരു കടകളും തുറന്നിട്ടുണ്ടാവില്ല, ഒരു തിരക്കും ഉണ്ടാവില്ല. അങ്ങനെയാണ് പകൽ ഒരു രാവിലെ ഒരു 10 മണി വരെ ഇവിടെ. പിന്നെ ഓരോരുത്തരായി വന്ന് തുറക്കുക ചെയ്യുക. പിന്നെ പർദ്ദകളുടെ ഒക്കെ ഒരുപാട് അടിപൊളി മോഡലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ